ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നാട്ടികയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPIയിൽ പൊട്ടിത്തെറി. ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കി സിറ്റിംഗ് MLA CC മുകുന്ദൻ. CC മുകുന്ദനുമായി യുദ്ധത്തിനില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നാട്ടിക മണ്ഡലത്തിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി CC മുകുന്ദൻ മത്സരിച്ചു. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമ്പൂർണ്ണ പണിമുടക്ക് തുടരുന്നു. മിനിമം വേതനം 40,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്ക്. തൃശൂരിൽ പണിമുടക്കിയ നഴ്സുമാർ കളക്ടറേറ്റിന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തി. അപകടങ്ങൾ ഒഴിയാതെ നിരത്തുകൾ. മുണ്ടൂർ സെന്ററിൽ മിനി ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. കല്ലൂരിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ചു മറിഞ്ഞു. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഇന്ന് ആറാട്ടോടെ കൊടിയിറങ്ങും. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഗുരുവായൂരപ്പനെ ഭക്തർ വരവേറ്റു. തൃശൂർ പബ്ലിക് ലൈബ്രറി ജീവനക്കാരുടെ ദ്വിദിന പണിമുടക്ക് തുടരുന്നു. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. വാർത്തകളിലേക്ക് വിശദമായി. നാട്ടിക CPIയിൽ പൊട്ടിത്തെറി. നിലവിലെ MLA CC മുകുന്ദനെ തഴഞ്ഞ് മുൻ MLA ഗീതാ ഗോപിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമാണ് പ്രതിഷേധത്തിനിടയാക്കിയത്. നാട്ടിക സംവരണ മണ്ഡലത്തിൽ ഒന്നാം ഊഴത്തിൽ വൻ വിജയം നേടിയിട്ടും ഇത്തവണ CC മുകുന്ദനെ പരിഗണിക്കേണ്ടെന്നാണ് CPI സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. മണ്ഡലത്തിലെ മുൻ പ്രതിനിധി ഗീതാ ഗോപിക്കാണ് ഇത്തവണ പാർട്ടി സീറ്റ് നൽകുന്നത്. പാർട്ടി സീറ്റ് തന്നില്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് CC മുകുന്ദൻ MLA മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതൊരു പേയ്മെന്റ് സീറ്റായി മാറിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഒരു അപകടസ്ഥിതി വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം അങ്ങനെ പേയ്മെന്റ് ചെയ്യാനൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി. അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഇന്നലെ വരെ വലിയ സ്നേഹമാണ്. അതിപ്പോൾ ദിവസം ചെല്ലും തോറും കുറഞ്ഞു വരികയാണ്. ഇപ്പം എൻ്റെ മനസ്സിൽ പലരും എൻ്റെ അടുത്ത് ജനങ്ങൾക്ക് ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം എൻ്റെ മനസ്സിലുള്ളത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കണം നാട്ടികയിൽ. ഞാൻ പ്രതീക്ഷിക്കുന്നത് വലിയ വോട്ട് കിട്ടാനുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുക. പാർട്ടിയിൽ നിന്ന് മുറിവേറ്റു. തന്നേക്കാൾ പണം വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത് ഗീതാ ഗോപിക്കാണെന്ന ഗുരുതര ആരോപണവും അദ്ദേഹം ഉയർത്തി. അതേസമയം CPIയിലെ വിഭാഗീയതയാണ് മുകുന്ദന് അവസരം നഷ്ടമാകാൻ കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി CPI ജില്ലാ നേതൃത്വവുമായി അകൽച്ചയിലാണ് CC മുകുന്ദൻ. MLA എന്ന നിലയിൽ പാർട്ടി നിയോഗിച്ച സെക്രട്ടറി താനറിയാതെ ലെറ്റർ പാടുകളും ഒപ്പും ദുരുപയോഗം ചെയ്തുവെന്ന പരാതിയോടെയാണ് CC മുകുന്ദൻ പാർട്ടിക്ക് അനഭിമിതനായി തീർന്നത്. അതിനിടെ മുകുന്ദനെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ കോൺഗ്രസ് ചർച്ച നടത്തി. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയുമാണ് ആശയവിനിമയം നടത്തിയത്. കളങ്കരഹിതമായ ജീവിതം നയിക്കുന്ന മുകുന്ദന് മണ്ഡലത്തിൽ നല്ല ജയസാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. BJP നേതൃത്വവും മുകുന്ദനുമായി സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. CC മുകുന്ദനുമായി യുദ്ധത്തിനില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുകുന്ദനുമായി എല്ലാ തലത്തിലും ചർച്ച നടത്തും. മുകുന്ദന് പറയാനുള്ളത് കേൾക്കും. CPIയിൽ പേയ്മെന്റ് സീറ്റ് ഉണ്ടാകില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നാട്ടികയിലെ സീറ്റുമായി ബന്ധപ്പെട്ട് CC മുകുന്ദൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഗുരുതരമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളുടെ ജീർണതയാണ് എടുത്തു കാണിക്കുന്നത്. കോൺഗ്രസിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊള്ളുന്ന ആരെയും പാർട്ടി സ്വീകരിക്കും. CC മുകുന്ദനുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. CC മുകുന്ദന്റെ വെളിപ്പെടുത്തലുകൾ അതീവ ഗുരുതരമാണ്. MLA കൂടിയായ ഗീതാ ഗോപിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ച തീരുമാനത്തിനെതിരെ അത് പേയ്മെന്റ് സീറ്റാണെന്ന് കൂടിയാണ് പറഞ്ഞത്. ഇതൊക്കെ കാണിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ജീർണതയാണ്, ധാർമ്മികമായ മൂല്യങ്ങളുടെ ശോഷണമാണ് ഇതൊക്കെ എടുത്ത് കാണിക്കുന്നത്. ഇടതുപക്ഷം തകർന്നിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. മുൻ MLA ആയ ഗീതാ ഗോപിക്കെതിരെ അവരുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട നിരവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പണം വാങ്ങിയാണ് സീറ്റ് നൽകുന്നതെന്ന ആരോപണം. ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. പൊതുജനത്തിനെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർക്കുണ്ട്. അത് അവർ നിർവഹിക്കാൻ തയ്യാറാകണം.
ബി.ജെ.പിയുടെ ആശയങ്ങളുമായി ഒത്തുപോകാൻ തയ്യാറായി വന്നാൽ സി മുകുന്ദനെ പാർട്ടിയിലെടുക്കുമെന്ന് ബി.ജെ.പി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. സി മുകുന്ദൻ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങൾ ഗൗരവമുള്ളതാണ്. എന്നാൽ അദ്ദേഹം ബി.ജെ.പി ജില്ലാ നേതൃത്വവുമായി ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല. സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ലെന്നും അദ്ദേഹം വരികയാണെങ്കിൽ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെതിരായ മത്സരത്തിന് തയ്യാറായതായി CPI സ്ഥാനാർത്ഥി E.T. ടൈസൺ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ പ്രതികരണമാണിത്. പറവൂരിൽ മത്സരിക്കുന്നതിൽ റിസ്ക്കുണ്ട്. അനുകൂല ഘടകങ്ങളും പ്രതികൂല ഘടകങ്ങളും ഉണ്ടെന്നറിയാം. എറണാകുളം ജില്ലയിൽ തനിക്കെതിരെ വികാരമുണ്ടോ എന്നതിനെക്കുറിച്ച് തനിക്കറിയില്ല. മത്സരിക്കാനുള്ള എല്ലാ സാഹചര്യവും ജില്ലയിലെ പാർട്ടി ഒരുക്കും. സംസ്ഥാനത്താകെ ഇടതുപക്ഷത്തിന് അനുകൂലമായ വികാരമുണ്ട്. ഒരാൾക്കും ഒരു മണ്ഡലം വേണമെന്ന് വാശി പിടിക്കാനാകില്ല. പാർട്ടി പറഞ്ഞു മത്സരിക്കുന്നുവെന്നും E.T. ടൈസൺ പറഞ്ഞു. സി മുകുന്ദൻ നാട്ടിക മണ്ഡലത്തിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കും. AICC തീരുമാനം സി മുകുന്ദനെ അറിയിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കണമെന്നതാണ് നിർദ്ദേശം. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഇന്നലെ സി മുകുന്ദനുമായി ബന്ധപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് AICC നേതൃത്വം സി മുകുന്ദനെ ബന്ധപ്പെട്ടത്. CPI മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് സി മുകുന്ദൻ രാജിവെച്ചു. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമ്പൂർണ്ണ പണിമുടക്ക് തുടരുന്നു. മിനിമം വേതനം 40,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്ക്. ശമ്പള വർധനയിൽ UNA-യുമായി ധാരണയിലെത്താത്ത തൃശൂർ, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലെ ആശുപത്രികളിലാണ് പണിമുടക്ക് നടക്കുന്നത്. മറ്റു ജില്ലകളിലെ 200ഓളം സ്വകാര്യ ആശുപത്രികളിൽ കൂടുതൽ വേതനം നൽകാമെന്ന് ഉറപ്പു നൽകിയതോടെ സമരം പിൻവലിച്ചു. അടിസ്ഥാന ശമ്പളം വർദ്ധിപ്പിച്ച് കരാർ ഒപ്പിടുന്ന ആശുപത്രികളിലെ സമരം അവസാനിപ്പിക്കുമെന്നാണ് ധാരണ. മിനിമം വേതനം വർദ്ധിപ്പിച്ച സർക്കാരിന്റെ കരട് വിജ്ഞാപനം UNA അംഗീകരിച്ചിരുന്നില്ല. തൃശൂരിൽ പണിമുടക്കിയ നഴ്സുമാർ കളക്ടറേറ്റിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായതിനെ തുടർന്ന് ജില്ലയിലെ 7 ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം പിൻവലിച്ചിരുന്നു. മാനേജ്മെന്റ് കൂട്ടായ്മയായ ഓൾ ഇന്ത്യ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അസോസിയേഷനുമായി നടന്ന ചർച്ചയിലാണ് ധാരണയായത്. തൃശൂർ മുണ്ടൂർ സെന്ററിൽ ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. മലപ്പുറം ചെറുകര കുമ്പളക്കുഴി വീട്ടിൽ മുഹമ്മദ് അഫ്സലിന്റെ മകൻ 19 വയസ്സുള്ള മുഹമ്മദ് ഫർഹാനാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. പേരാമംഗലം പോലീസ് നടപടികൾ സ്വീകരിച്ചു. ആമ്പല്ലൂർ കല്ലൂർ അപകടവളവിൽ വീണ്ടും അപകടം. അപകടങ്ങൾ പതിവായ ഭാഗത്തെ റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്നാണ് ആക്ഷേപം. കല്ലൂർ മടം വഴിക്ക് സമീപമുള്ള വളവിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വൈദ്യുത പോസ്റ്റിലിടിച്ച് മറിയുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വൈദ്യുത പോസ്റ്റ് മീറ്ററുകളോളം ഇടിച്ചു തെറിപ്പിച്ച ലോറി വീട്ടുമതിലിലേക്ക് മറിയുകയായിരുന്നു. വൈദ്യുത ബന്ധം വിച്ഛേദിച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. വൈദ്യുതി കമ്പികളും സർവീസ് വയറുകളും പൊട്ടിയിരുന്നു. കൊപ്ര കയറ്റി പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പുതുശ്ശേരി ജോസിന്റെ വീടിന് മുൻപിലെ അലങ്കാരമതിലും റിമോട്ട് ഗേറ്റുകളുമാണ് തകർന്നത്. 4 ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായെന്നാണ് വിലയിരുത്തൽ. മരണവളവായി മാറിയ ഇവിടെ ഇതിനോടകം നിരവധി അപകടങ്ങളാണ് നടന്നത്. ഒരാൾ മരിക്കുകയും ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സമീപത്തെ വീട്ടുമതിലുകൾ പലതവണയാണ് അപകടങ്ങളെ തുടർന്ന് പുനർനിർമ്മിക്കേണ്ടി വന്നത്. ആമ്പല്ലൂർ കള്ളായി റോഡ് നിർമ്മാണത്തിൽ വന്നിട്ടുള്ള അശാസ്ത്രീയതയാണ് അപകട കാരണമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. വളവിലെ കർവ് ശാസ്ത്രീയമല്ല. മഴ പെയ്താൽ റോട്ടിൽ വെള്ളക്കെട്ടുണ്ടാകും. റോഡും കുറുകെയുള്ള കാനയും നിർമ്മിച്ചതിലെ അപാകതയും പ്രധാന പ്രശ്നമാണ്. ഇവിടെ ഒരു പാലം പണിതിട്ടുണ്ട്. ആ പാലം പണിയുന്ന സമയത്ത് ഇതിനേക്കാൾ വിട്ട് ഒരു 2 അടിയും കൂടി താഴ്ത്തിയിട്ട് വേണമായിരുന്നു ആ പാലം റെഡിമെയ്ഡായിട്ട് പണിത് വെച്ചിട്ടുള്ള സ്ലാബുകൾ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഒരു ദിവസം കൊണ്ട് ഈ പണി പൂർത്തിയാക്കണം എന്നൊരൊറ്റ നിർബന്ധ കാരണം അത് അടിയിലേക്ക് താഴ്ത്തി വന്നപ്പോൾ കുറച്ച് വെട്ടുകല്ലുകൾ ഉണ്ടായിരുന്നു. ആ വെട്ടുകല്ലുമേ താഴ്ത്താതെ അതിൻ്റെ മുകളിൽ വെച്ച് സൂത്രത്തിക്കൂടെ പണിതുകൊണ്ടാണ് അവിടെ അത്രയും ഉയർന്നു വന്നത്. നിരവധി അപകടങ്ങളും മരണവും നടന്നിട്ടും അധികൃതർ വേണ്ട നടപടി എടുക്കുന്നില്ലെന്നും മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുന്നില്ലെന്നും പരാതിയുണ്ട്. റോഡ് ഈ കർവ് അങ്ങോട്ട് തിരിയുമ്പോൾ സാധാരണ എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു റോഡ് ഒരു സൈഡ് ഈ സൈഡ് പൊന്തിട്ട് അപ്പുറത്ത് താങ്ങുകൊണ്ട് കിടക്കുന്നത്. ഇത് ആ സൈഡാണ് പൊന്തി കിടക്കുന്നത്. തീർത്തും അശാസ്ത്രീയമായുള്ളൊരു സംഗതിയാണ് നടന്നിട്ടുള്ളത്. ഇനിയും അപകടങ്ങൾ കാത്തുനിൽക്കാതെ ഈ അപകട വളവ് സുരക്ഷിത വളവാക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. TCV ന്യൂസ്, പുതുക്കാട്. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഇന്ന് ആറാട്ടോടെ കൊടിയിറങ്ങും. വൈകിട്ട് 4:30 ആറാട്ട് ചടങ്ങുകൾ തുടങ്ങും. നട തുറന്ന ശേഷം മൂലവിഗ്രഹത്തിലുള്ള ചൈതന്യം മുഴുവൻ ആവാഹിച്ചെടുത്ത് പഞ്ചലോഹ വിഗ്രഹം പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചു വയ്ക്കും.
ആറാട്ട് ദിവസം മാത്രമാണ് പഞ്ചലോഹ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുക. കൊടുമരത്തറയ്ക്കൽ എഴുന്നള്ളിച്ചു വെച്ച ശേഷം അവിടെ തന്നെയാണ് ദീപാരാധനയും. പിന്നീട് ആറാട്ടിനും ഗ്രാമപ്രദക്ഷിണത്തിനുമായി ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കും. പഞ്ചവാദ്യത്തിന്റെ നാദത്തിമിർപ്പിൽ എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പനെ ശർക്കര, പഴം, അവിൽ, മലർ എന്നിവയാൽ നിറപറയും നിലവിളക്കുമൊരുക്കി ഭക്തർ വരവേൽക്കും. രുദ്രതീർത്ഥക്കുളത്തിന് വടക്കുഭാഗത്ത് എഴുന്നള്ളിപ്പ് എത്തുന്നതോടെ പഞ്ചവാദ്യം അവസാനിപ്പിച്ച് മേളം തുടങ്ങും. പ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവതി ക്ഷേത്രത്തിലൂടെ എഴുന്നള്ളിപ്പ് ആറാട്ട് കടവിലെത്തും. തന്ത്രിയും ഓദിക്കന്മാരും കൂടി പുണ്യാഹത്തിനു ശേഷം ഭഗവാന്റെ പഞ്ചലോഹത്തിടമ്പിൽ ആദ്യം മഞ്ഞൾപ്പൊടിയാൽ അഭിഷേകം ചെയ്ത ശേഷം വലിയ കുട്ടകത്തിൽ തയ്യാറാക്കിയ ഇളനീർ കൊണ്ടും അഭിഷേകം നടത്തും. തന്ത്രി, മേൽശാന്തി, ഓദിക്കന്മാർ എന്നിവർ ഭഗവാനോടൊപ്പം രുദ്രതീർത്ഥത്തിലിറങ്ങി സ്നാനം ചെയ്യും. ഇതോടൊപ്പം ഭക്തരും രുദ്രതീർത്ഥത്തിലിറങ്ങി ആറാട്ട് കുളിക്കും. ഭഗവാന്റെ തിടമ്പ് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് 11 ഓട്ടപ്രദക്ഷിണം നടത്തും. ആറാട്ട് കഴിഞ്ഞ് ആനപ്പുറത്ത് ക്ഷേത്രത്തിലെത്തുന്ന ഗുരുവായൂരപ്പനെ ക്ഷേത്രം ഊരാളൻ നിറപറ വെച്ച് എതിരേൽക്കും. പിന്നീട് തന്ത്രി സ്വർണ്ണധ്വജത്തിലെ സപ്തവർണ്ണ കൊടി ഇറക്കുന്നതോടെ ഉത്സവാഘോഷങ്ങൾക്ക് പരിസമാപ്തിയാകും. തൃശൂർ പബ്ലിക് ലൈബ്രറി എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ പണിമുടക്കി. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക, റിട്ടയർമെന്റ് ഒഴിവുകൾ നികത്തുക, അർഹമായ പ്രൊമോഷനുകൾ അനുവദിക്കുക, ലൈബ്രറിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് UP ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം സിയാവുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി T സുധാകരൻ, ഏരിയ പ്രസിഡന്റ് MR രാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം മീര നിമേഷ്, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി ഹരിലാൽ, ജയരാജൻ, രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നു. 10ാം നാളും മധ്യപൂർവേഷ്യ സംഘർഷഭരിതമാണ്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ബഹ്റൈനിൽ ഇന്നും ആക്രമണമുണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ലെബനനിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ 400ഓളം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. സൗദിക്ക് നേരെ ഡ്രോൺ, മിസൈൽ ആക്രമണ ശ്രമവും ഉണ്ടായി. ഇതിനെ സൗദി പ്രതിരോധിച്ചു. ഫുജൈറയിൽ എണ്ണ വ്യവസായ മേഖലയിൽ തീപിടുത്തമുണ്ടായി. അതേസമയം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ബാരലിന് $100 കടന്നു. ഇറാന്റെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക, ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവായി കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖൊമനിയുടെ മകൻ മോജ്തബയെ തെരഞ്ഞെടുത്തു. മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിർമ്മാണം പൂർത്തീകരിച്ചതും നിർമ്മാണം ആരംഭിക്കുന്നതുമായ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനിൽ നിർവഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS ഇന്ദു, അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഹരിദാസ്, മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അജയ്കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PK പ്രസാദ്, ഗവൺമെന്റ് ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PM ഷമീന തുടങ്ങിയവർ സംസാരിച്ചു. 10 കോടി രൂപ ചെലവഴിച്ച് അത്യാഹിത വിഭാഗത്തിലെ ട്രോമ ഇമേജിംഗ് ബ്ലോക്കിൽ സ്ഥാപിച്ച MRI സ്കാനിംഗ് മെഷീൻ, 6 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സമഗ്ര സ്ട്രോക്ക് കെയർ, 23 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലിയേറ്റീവ് കെയർ യൂണിറ്റ്, 1.5 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ച സെന്റർ ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിംഗ് സെന്റർ, 1.5 കോടി രൂപ ചെലവഴിച്ച് പുനരുദ്ധീകരിച്ച അഗ്നിസുരക്ഷാ സംവിധാനം, 1.23 കോടി രൂപ ചെലവഴിച്ച് പഴയ 3 ലിഫ്റ്റുകൾ മാറ്റി സ്ഥാപിച്ച പുതിയ ലിഫ്റ്റുകൾ തുടങ്ങിയവയുടെ ഉദ്ഘാടനവും 4 കോടി ചെലവഴിച്ച് ആരംഭിക്കുന്ന വിവിധ പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവുമാണ് ആരോഗ്യമന്ത്രി നിർവഹിച്ചത്. കൊടുങ്ങല്ലൂർ സ്വദേശിയായ യുവാവിനെ തൃശൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം വയലാർ സ്വദേശി പെട്ടിക്കാട്ടിൽ പരേതനായ ശശിധരന്റെ മകൻ 30 വയസ്സുള്ള വിതുൻ കൃഷ്ണയാണ് മരിച്ചത്. ഞായറാഴ്ച ഡയാലിസിസിനായി സഹോദരനുമൊത്ത് തൃശൂരിലേക്ക് പോയതായിരുന്നു വിതുൻ. രാത്രിയിൽ തൃശൂർ സ്വരാജ് റൗണ്ടിൽ ഇയാൾ വീണുകിടക്കുന്നത് കണ്ട നാട്ടുകാർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന നാടകം ശ്രദ്ധേയമാകുന്നു. വീട്ടുമുറ്റത്ത് അവതരിപ്പിക്കുന്നു എന്നതാണ് ഈ നാടകത്തിന്റെ പ്രത്യേകത. എരുമപ്പെട്ടി കുണ്ടന്നൂർ അമൃതം ന്യൂട്രിമിക്സ് കുടുംബശ്രീ യൂണിറ്റിൽ ഇലക്ട്രിക് ലൈനിൽ തീപിടുത്തം. മെയിൻ സ്വിച്ച് ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് സംവിധാനങ്ങൾ കത്തിനശിച്ചു. കുണ്ടന്നൂർ തിരുത്തിലെ ഇന്ദിരാഗാന്ധി വ്യവസായ കേന്ദ്രത്തിന്റെ കെട്ടിടത്തിലാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. യൂണിറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ പുക ഉയരുന്നത് കണ്ട ജോലിക്കാർ ഉടൻ നാട്ടുകാരെ വിളിച്ചുകൂട്ടി. ഉടൻ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ തീ മറ്റിടങ്ങളിലേക്ക് പടരുന്നത് തടയാനായി. 3 ചാക്ക് അമൃതം ന്യൂട്രിമിക്സ് പുകയടിച്ച് ഉപയോഗശൂന്യമായി. തീ കത്തുന്നുണ്ട്. പെട്ടെന്ന് തീ കത്തിയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഗോതമ്പ് ചേർന്നുണ്ടായിരുന്നു ചേച്ചിമാർ. അപ്പോൾ അവരോട് പറഞ്ഞു അത് കത്തുന്നുണ്ട്, ഒന്നും ആരോടെയും പറയുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുറത്ത് ആൾക്കാരെ വിളിച്ച് അവർ വിളിച്ചു, അടുത്ത വീട്ടിൽ പോയിട്ട് വിളിച്ച് ആൾക്കാരെ കൊണ്ടു വരികയും ചെയ്തത്. പിന്നെ വന്നപ്പോഴേക്കും കുറേ പുരുഷന്മാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവർ മെയിൻ സ്വിച്ചും മറ്റതൊക്കെ ഓഫാക്കി. പിന്നെ ഇലക്ട്രിസിറ്റിക്ക് വിളിച്ചു, ഇലക്ട്രിസിറ്റി അവർ വന്നു. പിന്നെ ഫയർഫോഴ്സിൽ അവർ തന്നെ വിളിച്ചു. വന്നപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ അമൃതം ഫുഡല്ലേ, അപ്പോൾ അതിൻ്റെ വെള്ളം അടിക്കാൻ പറ്റൂല. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മൊത്തം പഞ്ചസാര സാധനങ്ങളൊക്കെ
അപ്പോൾ അതുകൊണ്ട് അപ്പോഴേക്കത് ഓഫാവും ചെയ്തു, കത്തി നിൽക്കും ചെയ്തു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ചേലക്കര നിയോജക മണ്ഡലത്തിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് അനുവദിച്ച KSRTC ഓർഡിനറി ബസ് സർവീസ് ആരംഭിച്ചു. UR പ്രദീപ് MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വടക്കഞ്ചേരിയിൽ നിന്നും ആരംഭിച്ച് എളനാട്, കിള്ളിമംഗലം, ചെറുതുരുത്തി, ഷൊർണൂർ, ആറങ്ങോട്ടുകര, കോതച്ചിറ, അക്കിക്കാവ്, കുന്നംകുളം വഴി ഗുരുവായൂരിൽ എത്തിച്ചേരും. പുലർച്ചെ 5:25 ആരംഭിക്കുന്ന സർവീസ് രാത്രി 8:45 വടക്കഞ്ചേരിയിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് റൂട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. ക്രൈസ്തവ സമുദായത്തെ അവഗണിക്കുന്ന ഭരണ രാഷ്ട്രീയ രംഗത്തുള്ളവരോട് ശക്തമായ പ്രതികരണം നേരിടേണ്ടി വരുമെന്ന് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. അതിരൂപത കുടുംബ കൂട്ടായ്മയുടെ ലൂർദ് ഫൊറോന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലൂർദ് ഫൊറോന വികാരി ഫാദർ ജോസ് വല്ലൂരാൻ അധ്യക്ഷത വഹിച്ചു. ഫാദർ രാജു അക്കര, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ലൂർദ് ഫൊറോന അനിമേറ്റർ ഫാദർ റോയ് മൂക്കൻ, അതിരൂപത കുടുംബ കൂട്ടായ്മ ജനറൽ സെക്രട്ടറി AD ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ എഴുത്തുകാരൻ പ്രൊഫസർ കേശവൻ വെള്ളിക്കുളങ്ങര അനുസ്മരണം സംഘടിപ്പിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M. കുമാർ ഉദ്ഘാടനം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് TJ ബേബി അധ്യക്ഷത വഹിച്ചു. സേതുമാധവ്ജി, ജോയ് കൈതാരത്ത്, Y. അച്യുതപ്രസാദ്, റഷീദ് ഏറാത്ത്, PM ജോണി, EH സഹീർ തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് KK സക്കരിയ അവതരിപ്പിച്ചു. പാർപ്പിടം, വിദ്യാഭ്യാസം, കൃഷി, വെള്ളക്കെട്ട് നിർമ്മാർജ്ജനം എന്നിവയ്ക്ക് ബജറ്റിൽ ഊന്നൽ നൽകുന്നു. ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സുരേഷ് കൊച്ചുവീട്ടിൽ, മണി ഉല്ലാസ്, അൻസമോൾ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CJ ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു. വികസനം ലക്ഷ്യമാക്കി നാടിന്റെ എല്ലാ മേഖലകളെയും തൊട്ടറിഞ്ഞുള്ള വികസന കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. എടത്തിരുത്തി, കയ്പമംഗലം പഞ്ചായത്തുകളിലെ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ നടപ്പിലാക്കിയ കൂത്തുമാക്കൽ, ചിറക്കൽ, ചെറുപുഴ തോട് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിച്ചു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, മുൻ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM അഹമ്മദ്, എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, എടത്തിരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T. പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്ന സുനിൽകുമാർ 2016 കൃഷിവകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴാണ് നവംബർ 20 വെള്ളം എത്തിച്ചു എന്ന് പറയുന്ന ഒരു വലിയ പ്രൊജക്റ്റാണ്. അപ്പോൾ അത്രയും വലിയ പ്രൊജക്റ്റുകളൊക്കെ നടപ്പിലാക്കി എടുക്കാൻ പറ്റിയ നാട്ടുകാരാണ് ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുന്നുണ്ടെന്നും എല്ലാവർക്കും നല്ലൊരു സ്കിൽ ട്രെയിനിങ് കിട്ടുന്നുണ്ടെന്നും ഉറപ്പാക്കാനായിട്ട് ഇനി ഈ പദ്ധതി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഇത് വൃത്തിയാക്കപ്പെടുന്ന പ്രശ്നം വരും അല്ലെ. എനിക്ക് കൊല്ലത്തിൽ 2 പ്രാവശ്യം അങ്ങനെ ചെയ്യേണ്ടി വരുമെന്നു. 4-5 മാസം. യളവള്ളി പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മികച്ച വിദ്യാലയങ്ങൾ തെരഞ്ഞെടുക്കുന്നതിന് പരിശോധന നടത്തി. പഞ്ചായത്തിന്റെ കീഴിലുള്ള 6 പൊതുവിദ്യാലയങ്ങളിലാണ് പരിശോധന നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിതയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചിത്ര രതീഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PG സുബിദാസ്, പഞ്ചായത്ത് അംഗങ്ങളായ ഫെൻസി സുബിരാജ്, രാജി മണികണ്ഠൻ, BRC കോർഡിനേറ്റർ P. റഷീദ എന്നിവർ അടങ്ങുന്ന ടീമാണ് പരിശോധന നടത്തിയത്. നിർഭയ നിശ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും പട്രോളിംഗ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും മന്ത്രി R. ബിന്ദു നിർവഹിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു.
ജോലി, പഠനം, ചികിത്സ തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ നിശ. റംസാൻ നോമ്പ് അവസാന 10ലേക്ക് കടക്കുന്നതോടെ ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകിക്കൊണ്ട് തൃശൂർ ചെട്ടിയങ്ങാടി പള്ളിയിൽ പശ്ചിമബംഗാൾ സ്വദേശികളുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. നോമ്പുകാലത്ത് തൃശൂർ ചെട്ടിയങ്ങാടി പള്ളിയിൽ വിപുലമായ രീതിയിൽ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത് പതിവാണ്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ബംഗാളികൾ തന്നെ പ്രത്യേകമായി സംഘടിപ്പിച്ച നോമ്പുതുറയിൽ 2000-ഓളം ബംഗാളികളാണ് പങ്കാളികളായത്. ബംഗാളികളുടെ തനത് വിഭവങ്ങളാണ് നോമ്പുതുറയ്ക്കായി ഒരുക്കിയിരുന്നത്. ഇതിനായി ബംഗാളിൽ നിന്ന് വിമാനമാർഗം പാചകക്കാരനെയും എത്തിച്ചിരുന്നു. നമ്മുടെ ബംഗാൾ സഹോദരങ്ങളിലെ അവരുടെ സ്നേഹം നമ്മളോട് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അവരുടെ വകയാണ് നോമ്പുതുറ വെച്ചേക്കുന്നത്. ഒരു 12,000 മേലെ ആൾക്കാർ അവരുണ്ടാവും. അവരുടെ ബംഗാൾ ബിരിയാണിയാണ് ഇന്ന് ഇവിടെ വിളമ്പുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ കൽക്കട്ടയിൽ നിന്ന് കുക്കിന് എയറിൽ പ്ലെയിൻ വന്നേക്കുന്നത്. അതിനു വേണ്ടിയിട്ട് 2000 പേര് ഇവിടെ പ്രയത്നിക്കുന്നുണ്ട്. എല്ലാം നല്ല നിലയിൽ പോകുന്നുണ്ട്. ഒരു 3 കൊല്ലമായിട്ട് ഇവിടെ നല്ല ഭംഗിയിൽ ഈ നോമ്പ് നടത്തുന്നുണ്ട്. ബീഫും കിഴങ്ങും ഒക്കെ ചേർത്തുള്ള കൊൽക്കത്ത ദം ബിരിയാണിയാണ് തയ്യാറാക്കിയത്. ചെറുകടികളും പഴവർഗ്ഗങ്ങളും കഞ്ഞിയും നോമ്പുതുറയ്ക്കായി ഒരുക്കിയിരുന്നു. ചെട്ടിയങ്ങാടി ഹനഫി ജുമാഅത്ത് പള്ളിയിൽ ഞായറാഴ്ചത്തെ നോമ്പുതുറയുടെ ചെലവുകളെല്ലാം ബംഗാളി സുഹൃത്തുക്കൾ ചേർന്ന് പങ്കിട്ടെടുത്താണ് നിർവഹിച്ചത്. ഇത് 3ാം വർഷമാണ് ബംഗാളികൾക്കായി ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നത്. हम लोग सब बंगाली मिलके कलकत्ता का बंगाली है, आसाम है, हिंदी वाला सब आदमी मिलके, मुस्लिम वाले मिलके सब एक प्रोग्राम बनाया इफ्तार के लिए. सबसे पैसा उठा के हम लोग इकट्ठा करके सब बंगाली मिलके एक इफ्तार का प्रोग्राम, प्लस हम कलकत्ता से हमारा बंगाली कुकिंग लेकर आया, वहाँ से दम बिरयानी बनाया सबके लिए. एक 2000 आदमी के लिए बंगाली बिरयानी भी बनाया. പതിറ്റാണ്ടുകളായി തൃശൂരിൽ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഹ്റൂഫ് അലി, സബീർ അലി, ജാവേദ്, SK നസീർ, ഫാറൂഖ് എന്നിവരാണ് സമൂഹ നോമ്പുതുറയ്ക്ക് നേതൃത്വം നൽകിയത്. TCV തൃശൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14 ജില്ലകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് നെടുമൺകാവ് ഗോപാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും ചൂഷണം ചെയ്യുന്നവരെ ഉന്മൂലനം ചെയ്തുകൊണ്ടും പുതിയ ശക്തിക്ക് തുടക്കം കുറിക്കാനാണ് ഈക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ജെയിംസ് തളിയത്ത്, EF ഷാജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന KR വർഗീസിന്റെ നിര്യാണത്തിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി VS സുരേഷ് അധ്യക്ഷനായി. ഡ്രൈവേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM അഷ്റഫ്, INTUC സെക്രട്ടറി MC ഐജു, ട്രേഡ് യൂണിയൻ നേതാക്കളായ PC അബാൽമണി, PT ദേവസി, PP പത്മദാസ്, KB രവി, PB ബിബിൻ, KK യോഗേഷ്, കുഞ്ഞുമോൻ കരിയന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TS അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. സ്ത്രീകളും തൊഴിലും എന്ന വിഷയത്തിൽ കാദംബരി ട്രസ്റ്റ് ഡയറക്ടർ VV രാജശ്രീ പ്രഭാഷണം നടത്തി. കലാസാഹിത്യ കൂട്ടായ്മ അംഗം ആശ യതീന്ദ്രദാസ് തന്റെ പ്രണയരാഗം എന്ന പുസ്തകം പരിചയപ്പെടുത്തി. PSC പരീക്ഷാ പഠന കൂട്ടായ്മയിൽ നിന്നും സർക്കാർ സർവീസിൽ UP അസിസ്റ്റന്റായി നിയമനം ലഭിച്ച PS ദിവ്യയെ ചടങ്ങിൽ ആദരിച്ചു. വനിതാവേദി ചെയർപേഴ്സൺ സുമിത മുകുന്ദൻ, PK കനകമണി എന്നിവർ സംസാരിച്ചു. റാവു ബഹദൂർ VV ഗോവിന്ദൻ സ്മാരക സമാജം സംഘടനയുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തുന്ന പ്രഥമ പുരസ്കാരത്തിന് മുൻ MP TN പ്രതാപൻ അർഹനായി. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംഘടനാ സെക്രട്ടറി KB അനിൽകുമാർ, സംഘടനാ പ്രസിഡന്റ് TP രാമചന്ദ്രൻ, കമ്മിറ്റി അംഗം KV തമ്പി, എക്സിക്യൂട്ടീവ് മെമ്പർ PS ഗോപിനാഥ്, മെമ്പർ KV വാട്സൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ സൈമർ വുമൺസ് ഹോസ്പിറ്റലിൽ 9 മുതൽ 14 വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്കായി സൗജന്യ HPV വാക്സിൻ ഡ്രൈവ് സംഘടിപ്പിച്ചു. സെർവിക്കൽ ക്യാൻസറിനെതിരെ ശക്തവും ദീർഘകാലവുമായ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് നേരത്തെ വാക്സിനേഷൻ നൽകുക എന്നതാണ് HPV വാക്സിൻ ഡ്രൈവ് എന്ന ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. ആദ്യം രജിസ്റ്റർ ചെയ്ത 100 പെൺകുട്ടികൾ ആദ്യ ഡോസ് സൗജന്യ വാക്സിനേഷൻ എടുത്തു. സെക്കൻഡ് ഡോസ് വാക്സിനേഷൻ ഡ്രൈവ് സെപ്റ്റംബർ 13 നടത്തും. സ്ത്രീകളുടെ ആരോഗ്യം, റീപ്രൊഡക്റ്റീവ് മെഡിസിൻ, പ്രസവ പരിചരണം എന്നിവയ്ക്കുള്ള ഇന്ത്യയിലെ മുൻനിര ആശുപത്രികളിലൊന്നാണ് സൈമർ. മെഡിക്കൽ രംഗത്ത് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട്
ഇന്ത്യയിലെ ഏറ്റവും ഉയരം കുറഞ്ഞ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകിയതും തൃശൂർ സൈമർ ഹോസ്പിറ്റലിലാണ്. തൃശൂരിന് പുറമെ കൊച്ചി, എടപ്പാൾ എന്നിവിടങ്ങളിലും സൈമർ ആശുപത്രി പ്രവർത്തിച്ചു വരുന്നു. 4 പതിറ്റാണ്ടു നീണ്ട സേവനങ്ങളിൽ 1,50,000-ലധികം പ്രസവങ്ങൾക്കും 30,000-ലധികം IVF കേസുകൾക്കും വ്യക്തിപരമായ മേൽനോട്ടം വഹിച്ച സൈമർ സ്ഥാപകനും മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ കെ ഗോപിനാഥും മാനേജിംഗ് ഡയറക്ടർ ചിത്ര ഗോപിനാഥും ഗോകുൽ ഗോപിനാഥുമാണ് സൈമറിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രം മഹോത്സവം ആഘോഷിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ 7 ദേശങ്ങൾ പങ്കെടുത്ത കൂട്ടി എഴുന്നള്ളിപ്പ് നടന്നു. ആലപ്പാട് പുള്ള് പുറത്തൂർ ദേശത്തിന്റെ കൊമ്പൻ പാമ്പാടി രാജൻ ഭഗവാന്റെ തിടമ്പേറ്റി. കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ 101 കലാകാരന്മാർ അണിനിരുന്ന മേളം കൂട്ടിയെഴുന്നള്ളിപ്പിന് അകമ്പടിയേകി. പകൽപൂരത്തിന് ശേഷം ആറാട്ടും കൊടിയിറക്കലും കഞ്ഞി വിതരണവും നടന്നു. വെങ്കിടങ്ങ് പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം കരുവന്തലയിൽ നടന്നു. തൃപ്രയാർ കപിലാശ്രമം മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. ജ്യോത്സ്യൻ ഉണ്ണികൃഷ്ണ പണിക്കർ വെങ്കിടങ്ങ് അധ്യക്ഷത വഹിച്ചു. ബാലഗോകുലം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹരീന്ദ്രൻ, സംഘാടക സമിതി സംയോജക് PR നാരായണൻ നമ്പൂതിരി, സച്ചിദാനന്ദൻ, ജോബി മഞ്ചറമ്പത്ത് എന്നിവർ സംസാരിച്ചു. വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയും വിവിധ സമുദായ നേതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു. എരുമപ്പെട്ടി ആക്സിന് മണ്ടംപറമ്പ് യുവദർശിനി ജീവകാരുണ്യ സംഘടന ധനസഹായം നൽകി. തുടർച്ചയായി 5ാമത്തെ തവണയാണ് 12,000 രൂപ സഹായമായി നൽകുന്നത്. യുവദർശി പ്രസിഡന്റ് NK വിജീഷിൽ നിന്ന് ആക്സ് പ്രസിഡന്റ് K നാരായണൻ, സെക്രട്ടറി PP പത്മദാസ്, ട്രഷറർ KA ഫരീദ് അലി, ജില്ലാ പ്രതിനിധി തമ്പി വർഗീസ്, പ്രവർത്തകൻ ഷഫീദ് എന്നിവർ ചേർന്ന് ഫണ്ട് ഏറ്റുവാങ്ങി. യുവദർശി ഭാരവാഹികളായ MK ഫ്രാൻസിസ്, TL ഔസേബ്, MV ജാക്സൺ, TK മണികണ്ഠൻ, MK ജോഷി എന്നിവർ സന്നിഹിതരായി. പുല്ലുറ്റ KKTM ഗവൺമെന്റ് കോളേജിലെ 3 പദ്ധതികളുടെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കുമെന്ന് VR സുനിൽകുമാർ MLA അറിയിച്ചു. ഇൻഡോർ സ്റ്റേഡിയം, നെറ്റ്വർക്ക് റിസോഴ്സ് സെന്റർ, നവീകരിച്ച ലൈബ്രറി എന്നിവയുടെ ഉദ്ഘാടനമാണ് നടക്കുക. മുസിരിസ് ഹാളിൽ നടക്കുന്ന ചടങ്ങ് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ G ഉഷാകുമാരി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം മേധാവി ഡോക്ടർ VA ഷഫീഖ്, PTA സെക്രട്ടറി R രാഗ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളിലെ ഉത്കണ്ഠ, ഭയം എന്നിവ ഇല്ലാതാക്കുന്നതിന് മുല്ലശ്ശേരി ഫ്രണ്ട്സ് ഓഫ് മധുക്കര ക്ലബ്ബ് ബോധവൽക്കരണ സെമിനാർ നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ദിൽന ധനേഷ് അധ്യക്ഷത വഹിച്ചു. ക്ലബ് സെക്രട്ടറി VR രാജേഷ്, ബ്ലോക്ക് മെമ്പർ MG രജീഷ്, VA നൈസി, KS സദാശിവൻ, AK ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കർഷകർക്ക് കിഴങ്ങ് വർഗ്ഗവിള കിറ്റ് സൗജന്യമായി വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജനപ്രതിനിധികളായ തുളസി രാമചന്ദ്രൻ, അനീഷ് തിണ്ടിയത്ത്, കൃഷി ഓഫീസർ CR രാകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ പാവറട്ടി അന്തിക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ മേഖലാ പ്രസിഡന്റ് അബ്ബാസ് വീരാവുണ്ണി അധ്യക്ഷനായിരുന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, PM മുഹസിൻ, ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ, കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയൻ അംഗവും കേരള വിഷൻ റിപ്പോർട്ടറുമായ ഷാജു കാരമുക്ക്, വേൾഡ് കേബിൾ നെറ്റ്വർക്ക് ജീവനക്കാരായ ഗീത അജിതൻ, ഷൈജ രാജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അവരുടെ കൂടെ പങ്കെടുത്തിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇവിടെ വാക്കുകളേക്കാൾ കൂടുതൽ ഈ ഒരു സ്നേഹ സംഗമത്തിനാണ് പ്രാധാന്യമുള്ളത്. തൃശൂർ എക്സൈസ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവതീ യുവാക്കൾക്ക് സൗജന്യ PSC കോച്ചിംഗ് തുടങ്ങി. പീച്ചി വിലങ്ങന്നൂർ പട്ടികവർഗ സ്കൂളിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 4 വരെയാണ് പരിശീലനം. 6 മാസമാണ് പരിശീലന കാലാവധി. പദ്ധതിയുടെ ഉദ്ഘാടനം പാണഞ്ചേരി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് തേനമ്പറമ്പിൽ നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന വർഗീസ് അധ്യക്ഷയായി. വെട്ടുകാട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യോസേഫ് പിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ഡോക്ടർ ആൻഡു കാഞ്ഞിരത്തിങ്കൽ കൊടിയേറ്റം നിർവഹിച്ചു. കൈക്കാരന്മാരായ ജേക്കബ് പാലമറ്റം, അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂക്കാടൻ, കുര്യൻ മണ്ണാമറമ്പിൽ, ജിൻസ് തെക്കേക്കൊടിയിൽ, കൺവീനർ വർഗീസ് കുന്നത്ത് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 15-നാണ് ഊട്ടുതിരുനാൾ. സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പ്. ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ ഉൾപ്പെടെ 8 ജില്ലകളിൽ നാളെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ചൊവ്വാഴ്ചയും 8 ജില്ലകളിൽ മഴ സാധ്യതാ മുന്നറിയിപ്പുണ്ട്.
പാവർട്ടി ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ സമാദരണവും KG വിഭാഗം കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറിമണിയും സംഘടിപ്പിച്ചു. ജോർജ് ഇമ്മട്ടി ബാലസാഹിത്യ അവാർഡ് നേടിയ അധ്യാപകൻ റാഫി നീലങ്കാവിലിനെയും സംസ്ഥാന കായിക മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ കായികാധ്യാപകൻ EJ ജോബിയെയും ചടങ്ങിൽ ആദരിച്ചു. ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ PF ജോസ് യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ KD ജോയി അധ്യക്ഷത വഹിച്ചു. ഫാദർ പ്രവീൺ പോൾ, വാർഡംഗം ധന്യ സിബിൽ, PTA പ്രസിഡന്റ് സിജി ലിജോ, പ്രധാന അധ്യാപിക PP പ്രിൻസി തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻപിഴുക സെന്റ് ആന്റണീസ് പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പതാക ദിനാചരണം സംഘടിപ്പിച്ചു. ഫാദർ റാഫേൽ മുത്തിപ്പിടിക പതാക ഉയർത്തി. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിബിൻ പടന്നമാക്കൽ, കൈക്കാരൻ ജോൺസൺ മാങ്ങൻ, സെക്രട്ടറി PV പോൾ, ട്രഷറർ വിൻസെന്റ് മാടശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,820 രൂപ, പവന് 1,18,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നാട്ടികയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ CPI-യിൽ പൊട്ടിത്തെറി. ഗീതാഗോപിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ അതൃപ്തി പരസ്യമാക്കി സിറ്റിംഗ് MLA CC മുകുന്ദൻ. CC മുകുന്ദനുമായി യുദ്ധത്തിനില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നാട്ടിക മണ്ഡലത്തിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി CC മുകുന്ദൻ മത്സരിച്ചേക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമ്പൂർണ്ണ പണിമുടക്ക് തുടരുന്നു. മിനിമം വേതനം 40,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പണിമുടക്ക്. തൃശൂരിൽ പണിമുടക്കിയ നഴ്സുമാർ കളക്ടറേറ്റിന് മുന്നിൽ കുത്തിയിരിപ്പ് നടത്തി. അപകടങ്ങൾ ഒഴിയാതെ നിരത്തുകൾ. മുണ്ടൂർ സെന്ററിൽ മിനി ടിപ്പർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. കല്ലൂരിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ച് മറിഞ്ഞു. 10 ദിവസം നീണ്ടുനിന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഇന്ന് ആറാട്ടോടെ കൊടിയിറങ്ങും. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഗുരുവായൂരപ്പനെ ഭക്തർ വരവേറ്റു. തൃശൂർ പബ്ലിക് ലൈബ്രറി ജീവനക്കാരുടെ ദ്വിദിന പണിമുടക്ക് തുടരുന്നു. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.